നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ സംഘർഷം പുകയുന്നു. വീണ്ടും നെറുകേടിന്റെ പ്രകോപനവുമായി പാകിസ്ഥാൻ. യുദ്ധം മുന്നിൽ കാണുന്ന ആശങ്കയുടെ മുൾമുനയിൽ നിമിഷങ്ങൾ നീങ്ങുകയാണ്. കാണാതായ ഇന്ത്യൻ സൈനിക വൈമാനികനെ എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കാൻ ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ താക്കീതും വെച്ചു കഴിഞ്ഞു. ഒടുവിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഭീകരതയെ ചെറുക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാനും അറിയിക്കുന്നു. അഥവാ പാകിസ്ഥാനിൽ അത്തരം മനം രൂപപ്പെടുന്നു. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. പക്ഷേ പറഞ്ഞ പരിഭവം ഒന്ന് മാത്രമാണ്, പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചില്ല എന്ന്. ഇത് രാജ്യത്തിന്റെ പൊതുപ്രശ്നമാണ്. സങ്കുചിത താല്പര്യമോ രാഷ്ട്രീയ താല്പര്യമോ തെരഞ്ഞെടുപ്പോ മുന്നിൽ കാണരുത്. ഇന്ത്യയിലെ എല്ലാ കോണുകളും ഒരുമിച്ച് പറയുന്നതാണിത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ദയവായി ഇത് ആരും ഉപയോഗിക്കരുത് എന്നതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ഒപ്പം ജനീവ കരാറുകളുടെ ലംഘനം നടത്തി പരുക്കേറ്റ സൈനികന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്ന പാക് രീതി അങ്ങേയറ്റം അപരിഷ്കൃതവുമാണ്. പാകിസ്ഥാന്റെ ഈ പ്രാകൃത സ്വഭാവത്തിന്റെ ജനിതക വിത്തുകളാണ് അതിർത്തി കടന്നുള്ള ഭീകരതയിലേക്കും ഈ സംഘർഷത്തിലേക്കുമൊക്കെ കൊണ്ടെത്തിച്ചത്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യം ഇതാണ്: അതിർത്തി കടന്ന ഭീകരവാദവും അതിർത്തിയിലെ സംഘർഷവും ഒഴിവാക്കാൻ ഇനി എന്ത്? CPIM നേതാവ് ശ്രീ CP നാരായണൻ, കോൺഗ്രസ് നേതാവ് PS സലിം, BJP നേതാവ് ജയസൂര്യൻ, ഒപ്പം നിരീക്ഷകരായി TP ശ്രീനിവാസനും ലാൽകുമാറും. അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകിയ ശേഷം അതിർത്തി എങ്ങനെ, ഏതൊക്കെ തരത്തിലാണ് ഇനി നമ്മുടെ നയതന്ത്രപരമായ നീക്കം പുലരേണ്ടത്, എന്തൊക്കെ ജാഗ്രതകളാണ് പുലർത്തേണ്ടത്, ഇന്ത്യക്കുള്ളിലും പുറത്തും ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ നീങ്ങണം എന്നതാണ് നമ്മുടെ ചർച്ച. ദില്ലിയിൽ ശ്രീ CP നാരായണനുണ്ട്, തിരുവനന്തപുരത്ത് PS സലിമും ജയസൂര്യനും ലാൽകുമാറും ഉണ്ട്, ഒപ്പം TP ശ്രീനിവാസൻ ടെലിഫോൺ ലൈനിലും ചേരും. ആദ്യം ശ്രീ CP നാരായണൻ. ശ്രീ CP നാരായണൻ, ഈ അതിർത്തിയിലെ സംഭവ വികാസങ്ങളെ താങ്കൾ ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിർത്തിയിലെ നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അതിനെ ചെറുക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് കൈക്കൊള്ളുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളാകെ ഗവൺമെൻറ് നീക്കങ്ങളെ പിന്താങ്ങുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ഈ ഇന്ത്യയിലെ പുൽവാമയിൽ നടന്ന ഒരു ഇടപെടൽ, ആ ഇടപെടലിനെ തുടർന്ന് അതിൽ പാകിസ്ഥാൻ സഹായിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളുണ്ടായത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കയറി വന്ന പാകിസ്ഥാനിൽ പോയി തമ്പടിച്ച് പ്രവർത്തിക്കുന്നവരെ പിടികൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇടപെട്ടത്. അത് ചെയ്തതിനെ തുടർന്ന് അതിൽ ഒരു പുതിയ സംഭവവികാസം കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമുണ്ടായത്, നമ്മൾ ഈ പാക് കാശ്മീരിലേക്ക് കടന്ന് ചില ആക്രമണങ്ങൾ നടത്തി ആക്രമണത്തിന് വരുന്നവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി. ഇത്തവണ അത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് അങ്ങോട്ട് കയറി ആക്രമണം ഉണ്ടായിരുന്നു. അതൊരു പുതിയ സംഭവവികാസമാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഇതിന് അവരുടെ പ്രതികരണം ഉണ്ടാവുമെന്ന് പറയുണ്ടായി. ഇപ്പോൾ അതുണ്ടായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടിയാലോചന, ചർച്ച ചെയ്യൽ ഇത് ഒരു പ്രധാന ഘടകമാവണം. സൈനികമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിഹാരമുണ്ടാക്കാനാവില്ല. പക്ഷേ ആ തരത്തിലുള്ളൊരു നീക്കത്തിന് ശ്രീ CP നാരായണൻ, അത്തരത്തിലൊരു നീക്കത്തിന്റെ അഭാവം, കാരണം രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ്, സൈന്യത്തോട് എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു,
ഒരു വിധത്തിലും അത്തരത്തിലുള്ള ഭിന്നതയില്ല. ഭിന്നതയുള്ളത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഭിന്നത അറിയിക്കുന്നത്. താങ്കൾ ഇപ്പോൾ മുമ്പോട്ട് വെച്ചത് ഒരു കൂടിയാലോചനയുടെ കുറവ് ഈ വിഷയങ്ങൾ ഉണ്ടായോ? ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ തരത്തിലുള്ള നീക്കം മോദി ഗവൺമെന്റ് നിലവിൽ വന്ന ശേഷം ഉണ്ടായില്ല. മോദി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ പാക് പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞാ വേളയിൽ ക്ഷണിച്ചിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം മോദി ഗവൺമെൻറ്റോ പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഏത് തരത്തിലാണ് സമാധാനപരമായ കൂടിയാലോചനയിലൂടെ നടപടികളെടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനൊരു ആരോപണമായിട്ട് പറയല്ല. അത് ആണ് നമ്മളുടെ പ്രധാനമായ സമീപനം. ഇത് ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഹാരം തേടലല്ല. ആ ഒരു സമീപനം നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. കാശ്മീരിലെ പ്രശ്നത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുടെ കൈവശം കാശ്മീർ ഒരു ഭാഗത്തെ കൈവശം വെച്ചിരിക്കുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാൻ അവരുടെ അധീനതയിൽ ഒരു ഭാഗത്തെ വെച്ചിരിക്കുന്നതിന് നമ്മളും അംഗീകരിക്കുന്നില്ല. ആരുടെ കൂടെ അവർ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ രണ്ടു രാജ്യങ്ങൾക്കും തർക്കമുണ്ട്. പക്ഷേ അവിടെ കാശ്മീരി ജനതയുമുണ്ട്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ നേരിടുന്നത് ഞാൻ സൈനികമായിട്ടല്ല, രാഷ്ട്രീയമായി കൂടിയാലോചനകളിൽ നേരിടുന്നതിൽ നമ്മൾ വഹിക്കേണ്ടിയിരുന്നൊരു പങ്ക് പലപ്പോഴും നമ്മൾ വഹിക്കാറില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാറുണ്ട്. അതായത് ഡിപ്ലോമസിയിലുള്ള അഭാവം, നയതന്ത്രത്തിലുള്ള വീഴ്ച, ഇതൊക്കെ ഈ തരത്തിലേക്ക് നീങ്ങി. ശ്രീ ജയസൂര്യൻ, BJP നേതാവ്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അനാവശ്യമായ ഒരു ഭാവബദ്ധതയും ഇടേണ്ടതില്ല. നാം സൈന്യത്തിനൊപ്പമാണ്, നാം രാജ്യത്തിന് ഒറ്റക്കെട്ടാണ്. അതിർത്തി കടന്നുള്ള ഏത് ഭീകരവാദത്തെയും ശക്തമായി ചെറുക്കാനും ഈ രാജ്യത്തെ രക്ഷിക്കാനും നാം എല്ലാം ഒന്നാണ്. സൈന്യത്തിനൊപ്പം തന്നെയാണ് നാം. ഇന്നലത്തെ പ്രവൃത്തി, രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണമായും നാം അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭീകരതയെ തുടച്ചു നീക്കി ഈ കശ്മീരിൽ സമാധാനമുണ്ടാക്കുവാനും ഇന്ത്യയിൽ സമാധാനമുണ്ടാക്കുവാനുമുള്ള ശ്രമത്തിൽ നയതന്ത്രപരമായ ഒരു വീഴ്ച, കൂടിയാലോചനകളുടെ ഒരു വീഴ്ച BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി, ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം വീഴ്ചകൾ മറ്റു പലതുമുണ്ട്. 40 സൈനികർ മരിക്കാനിടയായ സാഹചര്യം, വീര്യമൃത്യുവാകാനിടയായ സാഹചര്യത്തിൽ ഇന്റലിജൻസ് വീഴ്ച അടക്കമുള്ളവ ഭരണകൂടത്തിന്റെ വീഴ്ചയായി എത്തുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതാണ് ശ്രീ P. നാരായണൻ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ജയസൂര്യൻ, P. നാരായണൻ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഇന്നത്തെ ആഗോള സാഹചര്യം കൃത്യമായി മറുപടി നൽകുന്ന വസ്തുത തന്നെയാണ്. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരുപോലെയുള്ള പിന്തുണ പാകിസ്ഥാനെതിരെ ഇതിനു മുമ്പ് ഒരിക്കലും ഇതേപോലെ ഇന്ത്യയോടൊപ്പം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അത് ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും അമേരിക്കയാണെങ്കിലും അറബ് കൺട്രീസ് ആണെങ്കിലും എല്ലാ രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയോടൊപ്പം ഉറച്ച നിലപാടെടുക്കാനുള്ള കാരണമെന്താ? ഇതിനു മുമ്പ് ഭീകരതയുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ട നിലപാടുകൾ ലോക സമൂഹത്തെ, ആഗോള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വളരെ നല്ല സുതാര്യത ഇന്ത്യ സ്വീകരിച്ചിരുന്നു. എല്ലാ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചയുടെ കാര്യത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരതയുടെ എല്ലാ വിശദാംശങ്ങളും സഹിതം ആഗോള സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഇന്ത്യ വിജയിച്ചു. അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ കാര്യത്തിലും അതിർത്തിയുടെ കാര്യത്തിലും ഭീകരവാദത്തിൻ്റെ കാര്യത്തിലും എടുക്കാവുന്ന നിലപാടുകൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ, ചർച്ചയുടെ രീതിയിൽ ഒക്കെ തന്നെ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഉണ്ടായ തിരിച്ചടിക്ക് അങ്ങോട്ട് മറുപടി കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യ ഇന്നിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ വികാരത്തെ ലോകമെമ്പാടും ഇതേപോലെ പിന്തുണച്ച മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ചൈനയുടെ ഒക്കെ നിലപാട് നോക്കുക. ചൈന ഇന്ത്യക്കെതിരായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.
അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും അന്താരാഷ്ട്ര രംഗത്ത് കർശനമായ പല നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ചൈനയാണ്. പക്ഷെ ആ ചൈന പോലും ഈ കാര്യത്തിൽ ഇന്ത്യയോട് ഒപ്പം നിൽക്കുകയും ഇന്ത്യയുടെ നിലപാടുകൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ നാരായണ സൂചിപ്പിച്ച തലത്തിലുള്ള യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് ശ്രീ നാരായണനെ പോലെയുള്ളവർ ചർച്ച കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു ഒബ്സഷൻ ഇടേണ്ടതില്ല. കാരണം നാം രാജ്യത്തിനൊപ്പം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ ചില വീഴ്ചകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് നമുക്ക് ചൂണ്ടിക്കാട്ടണ്ടേ, എടുത്തു പറയണ്ടേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരോഗ്യപരമായ കാര്യമെന്ന്. ശ്രീ PS സലിം, ഇന്ന് 21 പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഒരു യോഗം ചേർന്നു. അതായത് അവർ രാജ്യത്തിനൊപ്പമാണ്, അവർ സൈന്യത്തിനൊപ്പമാണ്. ഈ നടപടിയിൽ നാം എല്ലാം ഒറ്റക്കെട്ടാണ്. ഇതാണ് ആ പ്രമേയത്തിന്റെ ആകത്തുക. ഒപ്പം സർവകക്ഷി യോഗം പ്രധാനമന്ത്രി വിളിക്കാത്തതിൽ, വിളിച്ചു ചേർക്കാത്തതിൽ ഒരു പരിഭവവും മുമ്പോട്ട് വെച്ചു. ഈ കൂടിയാലോചനകൾക്ക് ശേഷം ബാക്കിയാകുന്ന ഒന്നാണിത്, അല്ലേ ശ്രീ PS സലിം? യെസ്, അല്ലേ അജിംഷാദ്, ഇത് നമ്മൾ ആദ്യം ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒന്ന്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഒരു സുചിന്തിതമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അത് റിഫ്ലക്റ്റ് ചെയ്താണ് ഇന്നത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. അതാണ്. രണ്ട്, ഈ പാകിസ്ഥാന്റെ പുൽവാമ ആക്രമണത്തിന് ശേഷം 12 ദിവസത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാൻ കഴിഞ്ഞ തിരിച്ചടിയെ, ഇന്ത്യൻ വ്യോമസേനയെ അഭിവാദ്യം ചെയ്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ ഇപ്പൊ ഇവിടെ CP നാരായണൻ ചില ആശങ്കകൾ പങ്കുവച്ചു. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ ചർച്ച എന്ന് പറഞ്ഞ് അത് ഞാൻ ഈ ഒരു സമയത്ത് അത് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന്റെ അങ്ങനെ ഒരു സമയമല്ല ഇത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഇന്ന് ഒരുപക്ഷെ പാകിസ്ഥാന്, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാൻ വല്ലാതെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ജയസൂര്യ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 1971 ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അന്നൊരു ഇന്റർനാഷണൽ സിനാറിയോ ഇങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അന്ന് ഒരു കൃത്യമായ ആസൂത്രണത്തോടുകൂടി പാകിസ്ഥാനെ, അന്ന് അമേരിക്കയുടെ, ചൈനയുടെ പിന്തുണയുണ്ടായിരുന്ന പാകിസ്ഥാനെ കൃത്യമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു നേതൃപാഠവും, പ്രത്യേകിച്ച് ജനറൽ മനക്ഷായെ പോലെയുള്ള ഇന്ത്യ എല്ലാ കാലങ്ങളും കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സൈന്യാധിപൻ ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നുകൊണ്ട് അന്ന് ശരിയാണ്. പൂർവ്വകാലങ്ങളിൽ നാം നേടിയ സൈന്യം എന്നത്, ഇന്നലെ നാം ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, സൈന്യം എന്നത് ഈ രാജ്യത്തിന്റെ ഒരു തുടർച്ചയാണ്. അത് ഒരു പക്ഷേ പൂർവ്വകാലങ്ങളിൽ നാം ശേഖരിച്ചതും സംഭരിച്ചതുമായ സൈനിക ശക്തിയാണ് ഇന്നലെയും നാം പ്രയോഗിച്ചത്. ഇന്ന് ഇമ്രാൻഖാൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നതിന്റെ ഒരു കീഴടങ്ങലിന്റെയോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൈനിക ശക്തിക്ക് മുമ്പിൽ ഇമ്രാൻഖാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ആശങ്ക നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ അതൊക്കെ 1971 ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത, ജനറൽ മനക്ഷ നയിച്ച ആ യുദ്ധത്തിന്റെ ഭീതിജന്യമായ ഓർമ്മകൾ ഇന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ മുമ്പിലുണ്ടാവും. അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെ അല്ലെങ്കിൽ ഭീകരരെ പാലൂട്ടി വളർത്തുന്ന ഇത്തരം വളരെ സബ്സ്റ്റാൻഡേർഡായ ചില പ്രവൃത്തികൾ അതിനതീതമായി ഇന്ത്യ രാജ്യത്തെ വെല്ലുവിളിക്കാനുള്ള സൈനിക ശക്തിയോ ഇമ്രാൻഖാനോ പാകിസ്ഥാനോ. ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ശരിയാണ് ഇന്ദിരാഗാന്ധി അത് 62-ലായാലും 68-ലായാലും
71-ലായാലും നെഹ്റുവിന്റെ കാലത്തായാലും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ഇന്ത്യ നൽകിയ കരുത്ത് ഒരു പക്ഷേ ആ അർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. പക്ഷേ നാം ഇന്ന് വരയ്ക്കുന്ന ആ കാശ്മീരിന്റെ തലയുടെ പകുതി ഇന്നലെ നാം ബോംബിട്ട സ്ഥലം എന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പാക് ഒക്കുപ്പൈഡ് കാശ്മീരായി മാറിയത് എങ്ങനെ? ആ അർത്ഥത്തിലേക്ക് കൂടി ചിന്തിക്കണം. അത് കോൺഗ്രസ് അടക്കമുള്ളവർ മുൻപ് ഭരിച്ചവരുടെ ഒക്കെ പിടിപ്പുകേടായി കാണുകയും വേണ്ടേ ശ്രീ PS? അല്ല അജിംഷാദ്, നമുക്ക് അങ്ങനെ എങ്ങനെ പറയാൻ കഴിയും? ഇത് കാശ്മീർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഹൈലി സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ്. അതിന് ഒട്ടേറെ വൈകാരികമായ ഭാവങ്ങളുണ്ട്, സ്ട്രാറ്റജിക്കലായ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ക്ലബ് ചെയ്ത് ഇതൊക്കെ കമ്പൈൻ ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. അങ്ങനെ ഒറ്റ പറയാവുന്നതുമല്ല. ശരിയാണ്, ഞാൻ PS-ലിനോട് ആ അർത്ഥത്തിൽ യോജിക്കുകയാണ്. ശ്രീ ലാൽകുമാർ, നോക്കൂ, ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇവിടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം, UN-ൽ പോലും നാം നേടിയെടുത്ത വിജയം, അമേരിക്കയ്ക്ക് പോലും പാകിസ്ഥാനെ താക്കീത് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അമേരിക്ക എന്നത് പാകിസ്ഥാന്റെ ഒരു സ്വാഭാവിക സുഹൃത്തായിരുന്നു. സെപ്റ്റംബർ 11-ന് ശേഷം കാര്യങ്ങൾ മാറിയപ്പോഴാണ് ഭീകരതയുടെ ഒരു ദോഷം അവർക്ക് ഫീൽ ചെയ്തത്. അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതൊക്കെയാണ്, കാലം മാറി. പക്ഷെ എങ്കിൽ പോലും പാകിസ്ഥാന് വേണമെങ്കിൽ അമേരിക്ക ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ പാകിസ്ഥാന് സപ്പോർട്ടുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ അർത്ഥത്തിൽ നയതന്ത്രപരമായ വിജയങ്ങളല്ലേ അതൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഈ ദേശരാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ആദ്യം വ്യക്തമാണ്. കാര്യം നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അവർ സിയാവുള്ളക്കന്റെ കാലം തൊട്ട് ഈ തീവ്രവാദത്തെ ഫോസ്റ്റർ ചെയ്ത് അവിടെ നമ്മൾ തന്നെ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററെ ക്രിയേറ്റ് ചെയ്ത് ആ രാജ്യം അവർ നശിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് നശിപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യവുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ്. അതാണ് ആദ്യത്തെ സത്യം. അതാണ്. അപ്പൊ നമ്മൾ വി ഷുഡ് നോട്ട് കമ്പയർ വിത്ത് എ വേഴ്സ്റ്റ് നേഷൻ സ്റ്റേറ്റ്. അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ആര് ഭരിക്കുന്നു, BJP ഭരിക്കുന്നു, കോൺഗ്രസ്, ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. ഇതിനകത്ത് ഇന്ത്യൻനെസ് എന്ന് പറയുന്ന വികാരമാണ് വരുന്നത്. ഓരോ ഭാരതീയനും ഇന്ത്യ എന്ന് പറയുന്ന വികാരം ഉൾക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇത്. ഇന്ത്യ എന്തുകൊണ്ട് അവരെ അടിച്ചു? ഇന്ത്യ അടിച്ചത് വളരെ ന്യായയുക്തമായ കാര്യമാണ്. വർഷങ്ങളായിട്ട് ആഗ്ര സമ്മിറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇന്ത്യ വ്യക്തമായി അവർക്ക് ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ഭീകരവാദത്തിന് നിങ്ങൾ ഫോസ്റ്റർ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ചെയ്യല്ല. നിങ്ങളുടെ പാകിസ്ഥാൻ സോയിലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ലോക ജനതയ്ക്ക് പ്രശ്നമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ലോക ജനതയ്ക്ക് പ്രശ്നമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സർക്കാരിന്റെ കീഴിൽ അമേരിക്ക ഒസാമ ബിൻ ലാദനെ കൊല്ലുന്നത് അബോട്ടാബാദിലാണ്. അബോട്ടാബാദ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന്റെ തൊട്ടിപ്പുറത്താണ്. നമ്മൾ വേറെ പ്രൂഫിനൊന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഇന്നലെ അടിച്ച സ്ഥലവും ഈ അബോട്ടാബാദ് നമ്മൾ പറഞ്ഞില്ല, ഇവര് ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ എടുക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അത് ഇപ്പൊ തുടങ്ങിയതല്ല. ഈ സിയാവുള്ളക്കിന്റെ കാലം തൊട്ട് അതിന് അമേരിക്കയ്ക്ക് ഒരു വലിയ പങ്കുമുണ്ട്. നമ്മൾ ഇല്ലാന്നൊന്നും പറഞ്ഞ് ഒളിച്ചോടിക്കും. നമ്മൾ ഇപ്പോഴത്തെ സുഹൃത്ത് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് ഒരു വലിയ പങ്കുമുണ്ട്. ഇന്ത്യയെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുമാണ് അവർ. പക്ഷെ എന്നാൽ പോലും ഇതൊരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആണെന്ന് നമുക്ക് ലോകരാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ഇത്രയും നാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വാജ്പേയി പറഞ്ഞത് ഇതാണ്, മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇതാണ്, അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇതാണ്, എല്ലാ പ്രധാനമന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടാൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സമയമെടുത്തു. ഇപ്പൊ ചൈന പോലും, പക്ഷേ ചൈനയുടെ പൊസിഷൻ എനിക്ക് ഇച്ചിരി കൺസേൺ ഉണ്ട്. ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ അല്ല. കാര്യം ചൈന ഉച്ചയ്ക്ക് ആ നിലപാട് ഒരു അല്പം മാറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ടെററിസ്റ്റിനെ അനുകൂലിക്കുന്ന രാജ്യമല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബെസ്റ്റ് അലൈയിലുള്ള ആൾക്കാരാണ് ചൈന. അപ്പം അതും നമ്മളെ ഒരല്പം പുറകോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തെ കാശ്മീർ വിഷയവുമായിട്ട് ഇപ്പൊ അവരെ വിളിക്കുന്ന ആസാദ് കാശ്മീർ എന്ന് പറയുന്ന വിഷയമാണ്. ഇത് എപ്പോഴും കത്തിച്ച് നിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമാണ്. ആ പാകിസ്ഥാൻ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആർമിയുടെ ലക്ഷ്യമാണ്. ആ പൊതുവെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ഒരു പുസ്തകത്തിലാണോ അദ്ദേഹത്തിന്റെ സ്പീച്ചിലാണോ ഞാൻ കേട്ടതാണ്, പാകിസ്ഥാൻ ആർമി ഹാസ് ഗോട്ട് എ സ്റ്റേറ്റ് ബട്ട് ഇൻ അതർ നേഷൻ സ്റ്റേറ്റ് ഹാസ് ഗോട്ട് ആൻ ആർമി എന്ന് പറയുന്ന ആ വ്യത്യാസം. അപ്പം ഇത് നമുക്ക് ഒരു ആർമി ഉണ്ട്, രാജ്യത്തിന് ഒരു ആർമി ഉണ്ട്, അവിടെ ആർമിക്ക് ഒരു രാജ്യം ഉണ്ടെന്ന് പറയുന്ന അവസ്ഥ. അതെ, അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവരെ ഇപ്പൊ ഇമ്രാൻഖാൻ നമുക്ക് വാണിംഗ് തരുന്നു, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും.
ഇന്ത്യയിലെ മോഡിജി എന്ന് പറയുന്ന ആൾ നിൽക്കുന്ന പോലെ അല്ല അവിടെ നിൽക്കുന്നത്. മോഡിജി മാറി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈനിക നേതാക്കന്മാർ മാറി നിൽക്കും. കാര്യം ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കും. നമ്മൾ എത്രയൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലും നമ്മുടെ പ്രധാനമന്ത്രി എതിർക്കും, അത് രാഷ്ട്രീയപരമായി നമ്മൾ പല മേഖലയിലും എതിർക്കാറുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന പൊതുവികാരത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിക്കുന്ന ആശയത്തിൽ കൂടുതൽ നിൽക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം അദ്ദേഹത്തിന് കൂടുതലുണ്ട്. പക്ഷെ അവിടെ അതില്ല. അവിടെ അത് ഇന്ത്യയിൽ ജനാധിപത്യം നിൽക്കുന്നുണ്ടാണ്. അത് 2014 ശേഷം ഉണ്ടായതുമല്ല. അല്ല, ഒരിക്കലും അതാണ് പറഞ്ഞത്. അത് നമ്മൾ വ്യക്തമാക്കുന്ന കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പൊതുവികാരമുണ്ട്. മറ്റേത് ഇമ്രാൻഖാന്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയുന്നതാണ് അടുത്ത പ്രശ്നം. ഇപ്പൊ ഇന്നലെ ഇമ്രാൻഖാൻ നമ്മളോട് തിരിച്ചു പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഇത് ചെയ്യും അത് ചെയ്യും എന്ന് പറയുന്നു. ഇത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനോട് നിലനിൽപ്പില്ല. ഇപ്പം എന്തുകൊണ്ടാണ് നവാസ് ഷെരീഫ് പുറത്തു പോകുന്നത്? ആന്റി ഇന്ത്യ എന്ന് പറയുന്ന വികാരം അത്രത്തോളം പുള്ളി കൊണ്ടുവരുന്നില്ല. അങ്ങനെ വരുന്നിടത്ത് ആർമിക്ക് ഇഷ്ടപ്പെടില്ല, പുറത്തു കൊണ്ടുവരും. ഇതാണ് അവിടെ എപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴും ആന്റി ഇന്ത്യ എന്ന് പറയുന്ന വികാരം നിലനിൽക്കുന്നിടത്ത് ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആർമിയുടെ വിജയം. അതാണ് അവർ ലക്ഷ്യമാക്കുന്നത്. പാകിസ്ഥാൻ സർക്കാർ ഈ പറയുന്ന ശ്രീ CP നാരായണൻ സൂചിപ്പിച്ച ചില നയതന്ത്രപരമായ പാളിച്ചയുടെ പൂർവ്വകാലങ്ങൾ ചരിത്രം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. കാർഗിൽ വാറിന് തൊട്ട് മുമ്പ് BJP സർക്കാർ നവാസ് ഷെരീഫിന് കൈകൊടുത്ത് കുലുക്കുകയായിരുന്നു. ആ സമയത്താണ് കാർഗിലിൽ അവർ കയറിയെത്തിയത്. ഇപ്പുറം CP നാരായണൻ തന്നെ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ നവാസ് ഷെരീഫിനെ കൂടിയാലോചനകളില്ലാതെ എത്തിക്കും, നവാസ് ഷെരീഫിന്റെ മകളുടെ കല്യാണത്തിന് വിളിക്കാതെ പോകുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾക്കപ്പുറത്തേക്ക് കാര്യവും കാതലും കാര്യമാത്ര പ്രസക്തവുമായ ഒരു രാജ്യത്തിന്റെ പൊതു താല്പര്യം മുമ്പോട്ട് വെക്കാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയും തീർന്നില്ല. ഡിപ്ലോമസി മാത്രമല്ല, ഈ 40 സൈനികർ പോയി മരിക്കാനിടയായ സാഹചര്യം, ഡോവലടക്കമുള്ള അനുഭവ സമ്പത്തുള്ള സൈനികരുണ്ട്, അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും അത് സംഭവിച്ചു. 40 ജീവനുകൾ പൊലിയേണ്ടി വന്നു. ആരുടെ വീഴ്ച? ഇല്ല, ഇതിനകത്ത് ആരുടെ വീഴ്ച? ഇല്ല, ഇതിനകത്ത് രണ്ടായിട്ട് കാണണം. നമ്മൾ ഈ വിഷയത്തിൽ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള ചൂണ്ടിക്കാട്ടാനാണ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അത് ചൂണ്ടിക്കാട്ടേണ്ട സമയം ഇതല്ല. ഞാൻ അങ്ങനെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം മോഡിജിയെ നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിമർശിക്കും. പക്ഷെ രാജ്യം അടിയന്തരമായ ഒരു പ്രശ്നം നേരിടുമ്പം അത് നമ്മൾ ഉയർത്തിക്കാട്ടുകയും അതൊരു പ്രശ്നമാക്കാൻ പാടില്ല. നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്, ഇന്ത്യൻനെസ് എന്ന് പറയുന്ന വികാരം ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അല്ല, നിങ്ങൾ അജിംഷാദ് പറഞ്ഞതുപോലെ നേരത്തെയുള്ള പല പല ടെക്നിക്കൽ ഫ്ലോസ് ഇതിനകത്ത് ഉണ്ടാകാം, നമുക്കെല്ലാം ചൂണ്ടിക്കാട്ടാൻ പറ്റും. അങ്ങനെ ചൂണ്ടിക്കാട്ടേണ്ട ഒരു സമയമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ വശം. പിന്നെ ഈ പറഞ്ഞ പോലെ കാശ്മീരിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? യു കനോട്ട് ചൂസ് യുവർ നെയ്ബർ. കാര്യം ഇവരെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ജോഗ്രഫിക്കൽ പ്ലെയിനിൽ കിടക്കുന്ന നമ്മുടെ നെയ്ബർഹുഡിൽ കിടക്കുന്ന ഒരാളാണ്. നമുക്ക് അവരോട് ഡീൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പരമാവധി ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതനുസരിച്ച് ഇവര് നമ്മളെ ചൊറിഞ്ഞുകൊണ്ട് വരും. ഇതാണ് അവിടെ നടക്കുന്നത്, ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുക. അമേരിക്ക പോലൊരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വികസനത്തിന് കാരണങ്ങളിലൊന്ന് പീസ്ഫുൾ ബോർഡർ ഉള്ളതെന്ന് എപ്പോഴും നമ്മൾ പറയും. കാനഡ പോലുള്ള രാജ്യമാണ് അവിടെ പീസ്ഫുൾ ബോർഡർ. ഇപ്പം പീസ്ഫുൾ അല്ലാത്ത ബോർഡർ ഉള്ള മെക്സിക്കോയെ അടയ്ക്കാൻ അവർ നോക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ്. എപ്പോഴും പാകിസ്ഥാന്റെ പ്രശ്നമാണ്. ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്ത്യ ആന്റി ഇന്ത്യൻ വികാരം നിലനിർത്തുക അവരുടെ ആവശ്യമാണ്. ഇപ്പം മോഡിജി പോയി കൈ കൊടുക്കുക നമുക്ക് ചെയ്യുമോ? നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ അഫയേഴ്സിൽ അത് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്ലാസിക്കൽ റിയലിസം. പരിഷ്കൃതനായ അയൽക്കാരനെ ലഭിച്ചാൽ നാം തെരഞ്ഞെടുത്തതുമല്ല, സ്വാഭാവികമായും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ അതിനകത്ത് 2 കാര്യങ്ങൾ ശ്രീ ലാൽകുമാർ നോക്കേണ്ടത്. രാജ്യത്തിനൊപ്പമാണ് നാം. ഇന്നലെ നടത്തിയ സൈനിക നീക്കത്തിനൊപ്പമാണ് നാം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെ ആരെങ്കിലെയും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഉള്ളതാണ് അവിടെ പ്രശ്നം. അത് ഭരണകൂടത്തിന്റെ ഒരു പ്രശ്നമാണ്. രണ്ട് അങ്ങനെ താല്പര്യത്തിന് ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, ഈ സൈന്യം എന്നത് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇപ്പൊ ഭരിക്കുന്നവരോ ഉണ്ടാക്കിയതല്ല. ഇന്നലെ ഉപയോഗിച്ച മിറാഷ് അടക്കം, ഇന്നലെ ഉപയോഗിച്ച ലേസർ ബോംബുകൾ അടക്കം മുൻകാലത്ത് കോൺഗ്രസ് അടക്കമുള്ളവരുടെ കാലത്ത് രൂപീകരിച്ചതും അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതും ശേഖരിച്ചതും ഒക്കെയാണ്. അപ്പൊ സൈന്യം ഒരു തുടർച്ചയാണ്, അത് രാജ്യത്തിന്റേതാണ്, രാജ്യമാണ് അവരെ പോറ്റുന്നത്. ആ തുടർച്ചയെ നമ്മൾ അംഗീകരിക്കണം. അപ്പോ സൈന്യത്തിന്റെ വിജയമാണ് അവർ. എന്നാൽ ഭരണകൂടം ഇന്റലിജൻസ് പരമായി വീഴ്ത്തിയ വീഴ്ച 40 സൈനികരുടെ ജീവൻ പൊലിഞ്ഞു. തീർച്ചയായിട്ടും. അതെങ്ങനെ സംഭവിച്ചു? അവിടെ ഉണ്ടായ വീഴ്ചകൾ എണ്ണി നമുക്ക് പറയാനാകും. അല്ല, നമ്മൾ പറയാനാകും.
നമ്മൾ പറയും, പക്ഷെ പറയേണ്ട സമയം ഇതല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വന്ന ആശയം. കാര്യം നമ്മൾ ഉറപ്പായിട്ടും അത് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റും. അതെ, കറക്റ്റ്. അതായത് ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം രാജ്യം നേരിട്ടുണ്ട് പ്രശ്നം. നമ്മുടെ ഒരു പൈലറ്റ് അപ്പുറത്ത് പോയിരിക്കുന്നു. അതൊക്കെ നമുക്ക് വികാരപരമായി കാണുന്ന സിറ്റുവേഷൻ വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ജനീവ കരാറുകളെയൊക്കെ ലംഘിച്ച് ഈ അപരിഷ്കൃത രാജ്യം ഈ പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും താക്കീത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ വികസിക്കട്ടെ. തീർച്ചയായും ഈ ഘട്ടത്തിൽ ശ്രീ CP നാരായണനിലേക്ക് പോകുന്നതിന് മുമ്പ് മോദി ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കാം. फिर से एक बार 2014 के मेरे इन शब्दों को मां भारती के वीरों को नमन करते हुए आज मैं फिर से दोहरा रहा हूं. ശ്രീ CP നാരായണൻ, അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇങ്ങനെ ഒരു നിർണായക നിമിഷത്തിൽ എല്ലാ പാർട്ടികളും, രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷ പാർട്ടികളൊക്കെയും ഇന്ന് ചേർന്നപ്പോഴും ഇന്നലെയും ഒക്കെ ട്വീറ്റിലൂടെയും യോഗം ചേർന്നും വാർത്താ സമ്മേളനം നടത്തിയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് രാജ്യത്തിന്റെ സൈന്യത്തിന്. അപ്പോഴും അവിടെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 2014 അത് ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരുന്നു. 2014 ഞാൻ നൽകിയ വാഗ്ദാനം അത് ഞാൻ ഇപ്പോഴും പാലിക്കുന്നു. ഇനിയും അത്തരത്തിലൊരു അവസരത്തിലേക്ക് എത്തണം. ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് ദുഷ്ടലാക്കാണ്, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനെതിരാണ്. ഈ ഘട്ടത്തിൽ അതാവാമോ ഒരു ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക്? ശ്രീ CP നാരായണൻ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ രീതിയിൽ തന്നെ തിരിച്ചടിക്കണം. പക്ഷേ നമുക്ക് ലോകത്ത് പല മാതൃകകളുണ്ട്. അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധം നടന്ന കാലത്ത് കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ അല്ല, വർഷങ്ങളുണ്ടായി. ആ കാലത്ത് മുഴുവൻ വിയറ്റ്നാം ഓരോ ആഴ്ചയും അമേരിക്കയുമായിട്ട് ഈ സമാധാന സംഭാഷണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാർഗം സ്വീകരിക്കുക എന്നുള്ളത്, പ്രശ്നം പരിഹരിക്കണം, എത്രയും വേഗം പരിഹരിക്കണം. അതിന് യുദ്ധത്തിൻ്റെ മാർഗം ഒരു കൂട്ടർ ചെയ്യുമ്പോൾ അതിനെ നേരിടുന്നതോടൊപ്പം സമാധാനത്തിൻ്റെ മാർഗം, കൂടിയാലോചനയുടെ മാർഗവും ചെയ്യണമെന്നുള്ളത് അന്താരാഷ്ട്ര രംഗത്ത് അംഗീകരിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഞാനിത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ മുതിരുന്നില്ലെങ്കിലും, ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ നമ്മളോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോട് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നു. ആ തരത്തിലൊരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഈ മാർഗം, അത് മാത്രമേ മാർഗമുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ മാർഗം കൂടി ഉപയോഗിക്കേണ്ട ബാധ്യത ശരിയാണ്. ശ്രീ CP നാരായണൻ, അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ശരിയാണ്, വളരെ വ്യത്യസ്തമാണ് രാജ്യമായിട്ടാണോ നമ്മൾ അറിയപ്പെടുന്നത്. ശ്രീ CP നാരായണൻ, ശരിയാണ്. അത്തരത്തിൽ ഭരണപരമായ ശേഷിക്കുറവ് ഒക്കെ BJPയുടെ ഭാഗത്ത് നമുക്ക് രാഷ്ട്രീയമായി ആരോപിക്കാം, അല്ലെങ്കിൽ മോദിയുടെ ഭാഗത്ത് ആരോപിക്കാം. അതല്ല, എന്ത് തരം സമാധാന നീക്കങ്ങൾ ഉണ്ടായാലും എപ്പോഴൊക്കെ ഉണ്ടായാലും പാകിസ്ഥാന്റെ ഒരു അപരിഷ്കൃത സ്വഭാവം മാറുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവിടെ ജനാധിപത്യമില്ല, അവിടെ പട്ടാളത്തിൽ അധിഷ്ഠിതമാണ്. അവരുടെ ഫണ്ടൊക്കെ ആ തരത്തിലാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരു ശത്രു രൂപപ്പെട്ടിങ്ങനെ നിൽക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉള്ളടക്കം ചെയ്തിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സമാധാന ചർച്ച നടത്തിയാൽ എന്താണ് ഈ അപരിഷ്കൃത നാടിനോട്, ഈ അപരിഷ്കൃത പാകിസ്ഥാനോട്? അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് എത്ര കണ്ട നയതന്ത്രത്തിന്റെ വീഴ്ചയെ പറയാനാകും? അത് സത്യമല്ലേ? അല്ല, അത് നമ്മൾ ഈ ലോകത്ത് പല രാഷ്ട്രങ്ങളും ഉണ്ടല്ലോ. പാകിസ്ഥാനായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് തന്നെ ഈ വളരെ ഇഷ്ടമൊന്നും ഇല്ലാത്തവരടക്കമുള്ള ഒരു അന്താരാഷ്ട്ര സമൂഹമാണുള്ളത്. അവരുമായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക്
ഈ പ്രശ്നപരിഹാരത്തിന് ഏകമാർഗം ആയുധമെടുക്കൽ മാത്രമല്ല, നയതന്ത്രത്തിൻ്റെയും മറ്റു പലരുമായി ബന്ധപ്പെടുന്നതിൻ്റെയും അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താമോ ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചു എന്ന് വരുത്തുന്നത് നമുക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടുന്നതിന് വളരെ പ്രധാനമാണ്. നമ്മൾ അത്തരത്തിൽ ഒരു സമീപനം കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രാജ്യങ്ങൾ നമ്മളുടെ നിലപാടിനെ പിന്താങ്ങുന്നതും പാകിസ്ഥാനിന് മറ്റൊരു പശ്ചാത്തലമുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നതും. അത് തുടരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചിരുന്ന നെഹ്റുവിൻ്റെ കാലം മുതൽ സ്വീകരിച്ചിരുന്ന ഒരു മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ സമീപനം അത് ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സ്വീകരിക്കില്ല എന്നൊരു സമീപനം എടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണെങ്കിലും ഒരു രാജ്യത്തിന് അതിൻ്റെ നയതന്ത്ര സമീപനത്തിന് ചേർന്നതല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയാണ് CP. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ കശ്മീരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടേതായ കശ്മീരിന്റെ വലിയൊരു ഭാഗവും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. അത് പാക് ഒക്കുപ്പൈഡ് ആയി കഴിഞ്ഞു. ശേഷിക്കുന്ന ഭാഗം സംരക്ഷിച്ചുകൊണ്ടുള്ള നീക്കം മാത്രമേ നമുക്കാവൂ. ആ മണ്ണിനെ അത്തരത്തിൽ മാത്രമേ പരിഗണിക്കാനാവൂ. താങ്കൾ പറഞ്ഞതുപോലെ ആ നയതന്ത്രത്തിന്റെ അതിർത്തികൾ മാറ്റിയുള്ള അല്ലെങ്കിൽ വിശാല അർത്ഥത്തിലുള്ള ഒരു നയതന്ത്രത്തിലേക്ക് പോയാൽ ഹിതപരിശോധന പോലെ ഇന്ത്യൻ താല്പര്യത്തിന് എതിരായ വാദം അന്താരാഷ്ട്ര തലത്തിൽ ഉയരും. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാകില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് പാകിസ്ഥാന്റെ ദുഷ്ടലാക്ക് മുതലെടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമില്ലേ അവിടെ കുറ്റം പറയുമ്പോൾ തന്നെ? ഉണ്ട്. അതിന് നമ്മൾ വേണ്ടത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എങ്ങേയറ്റം നമ്മളുടെ കൂടെ നിർത്താനുള്ള നടപടികളാണോ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലത്ത് എന്ന കാര്യം നമ്മൾ, കാരണം നമ്മുടെ 44 ഭടന്മാർ മരിക്കാനിടയായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടന്നൊരു പ്രവർത്തനത്തിന്റെ ഫലമല്ല. അതാണ് അതൊരു കാശ്മീരി ആയിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു കാര്യം നമ്മൾ അപ്പൊ നമ്മൾ പക്ഷേ ഈ സമയത്ത് അത് പറയേണ്ടതല്ലെങ്കിലും താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നമ്മൾ പല കാര്യങ്ങളും അവിടെയാണ് തീർച്ചയായും CP നാരായണൻ ഇട്ട ഒരു പ്രധാനപ്പെട്ട അടിവരയിടേണ്ട കാര്യമുണ്ട്. കാരണം മുമ്പൊക്കെ അതിർത്തി കടന്ന് ഈ ഭീകരവാദികൾ എത്തുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ തന്നെ ഉള്ള ഒരാൾ, ഇന്ത്യൻ പൗരനായുള്ള ഒരാൾ, കാശ്മീരിയായുള്ള ഒരാളിനെ തന്നെ ഇത്തരം ഭീകരവാദങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന കാലം എത്തി. അതിന്റെ കാരണം എന്താണെന്ന് CP നാരായണൻ സൂചിപ്പിക്കുന്നതിന് അടിവരയിടണം ശ്രീ ജയസൂര്യൻ. കാരണം എന്തെന്നോ, പാകിസ്ഥാനോട് കൂറു പുലർത്തുന്ന, ഇന്ത്യൻ പതാക കത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങളുള്ള സജ്ജാദിലോടുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തി. എന്തിന്? 4 സീറ്റ് കിട്ടാൻ, അധികാരമുറപ്പിക്കാൻ. PDP എന്ന ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളുമായി യോജിച്ച് നിൽക്കാത്തൊരു പാർട്ടിയുമായി നിങ്ങൾക്ക് അധികാരം പങ്കിടേണ്ടി വന്നു. നിങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കശ്മീരിൽ ഭീകരവാദ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തിക്കുള്ളിലുള്ളവരെ ഈ പാകിസ്ഥാന് ഭീകരതയിലേക്ക് എത്തിപ്പെടുത്താനാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അത് നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമാണ്. 4 വോട്ടിനും 4 സീറ്റിനും വേണ്ടി ആരെയും ചാരന്മാരാക്കുന്ന പ്രസംഗം നിങ്ങൾ നടത്തും, തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ട് നടത്തും. അതിലുള്ള ജാഗ്രത കുറവ് BJPക്കാണ് ഉണ്ടായത്. അതാണ് CP നാരായണൻ പറഞ്ഞതിന്റെ മറുപടി. ശ്രീ ജയസൂര്യൻ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അജിംഷാദ് വ്യക്തമാക്കിയിരുന്നു നമ്മൾ ഏത് ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ചർച്ച പോലും നാളെ പാകിസ്ഥാൻ അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവമാണ് നമ്മളിപ്പോൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കാരണമുണ്ട്, ഇന്ത്യയിലെ മീഡിയ ഈ കാര്യത്തിൽ ഒരു സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഏത് രാജ്യത്തും അതങ്ങനെ തന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള പിടിവള്ളികളാണ് അവർ തേടുന്നത്. അപ്പോൾ അവർക്കിന്ന് ചൈനയുടെയോ അമേരിക്കയുടെയോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെയോ പിന്തുണയില്ലാതെ തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളെ ആശ്രയിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ വാദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അനുകൂലമായ ഒരു വാദവും നിരത്തിയില്ല, നാം ഇന്ത്യക്കെതിരായ ഒരു വാദവും നിരത്തിയില്ല. നാം ഇന്ത്യക്കൊപ്പമാണ്, ഐക്യദാർഢ്യമാണ്, ഇന്ത്യൻ സൈന്യത്തിനൊപ്പമാണ്. പക്ഷേ
ഇവിടെ കൈകാര്യകർത്തൃത്വം ചെയ്യുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായ ചില വീഴ്ചകൾ, അതിന് ഈ നാടിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ന രാഷ്ട്രീയ വിമർശനമാണ് ഇവിടെ മുമ്പിട്ട് വെച്ചത്. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടേണ്ട, വ്യതിരിക്തമായി കാണണം ശ്രീ ജയസൂര്യൻ. അവ്യക്തവും അമൂർത്തവും അല്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധത്തിൻ്റെ സമാനമായിട്ടുള്ള അന്തരീക്ഷം പുകഞ്ഞു നിൽക്കുമ്പോൾ, അതിർത്തി കടന്നിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതിരിക്കെ നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചർച്ചകൾ ഒരിക്കലും സത്യത്തെ കണ്ടെത്തുകയില്ല. അപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ചർച്ചയുടെ സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത്തരം സംശയങ്ങൾ ഉയർത്തിവിടുമ്പോൾ അത് ഇന്ത്യക്കുള്ളിലെ ജനങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ടെ. ഇപ്പോഴുള്ള സംശയമല്ല ഇത് നേരത്തെ ചെയ്തതിന്റെ ചില അനുരണനങ്ങൾ ഇപ്പോൾ ഉണ്ടായതിനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇപ്പോഴുള്ള കാര്യത്തിൽ എല്ലാം ഇന്ത്യക്കൊപ്പമാണ്, സൈന്യത്തിനൊപ്പമാണ്, അതിലൊരു ഭിന്നതയുമില്ല ആർക്കും. അല്ല, ഇത്തരം ചർച്ചകൾ ഇന്ത്യയിലെ സൈന്യത്തിനുണ്ടാക്കുന്ന മാനസികാവസ്ഥ എന്താണ് എന്ന് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ എത്ര വലുതാണ് എന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അല്ലെങ്കിൽ ആശങ്കകളുടെ, സംശയങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയല്ല ഈ ഒരു അന്തരീക്ഷത്തിൽ ആവശ്യം. അത് ഒരിക്കലും നമുക്ക് യാതൊരു വിധത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഗുണം ചെയ്യുകയില്ല. അതിനൊക്കെയുള്ള സമയം വരും. ആ സമയത്ത് നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും സുതാര്യമായി ചർച്ച ചെയ്യാൻ കഴിയുന്നത്ര വളരെ വിശാലമായ ജനാധിപത്യം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ തരത്തിൽ മീഡിയയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ ആ ഒരു ആംഗിളിലേക്ക് ആ സമയത്ത് ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് അറിയാമെങ്കിലും ഞാനിപ്പോൾ ഈ അവസരത്തിൽ അത് ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ പോകുമ്പോൾ ഇത് തികഞ്ഞ ഒരു രാഷ്ട്രീയ ചർച്ച എന്ന രീതിയിലേക്ക് വഴിമാറിപ്പോകും. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമല്ല. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മീഡിയയ്ക്ക് അവിടെ വഹിക്കേണ്ടതായിട്ടുള്ള വലിയ പങ്കുണ്ട്. ആ വലിയ പങ്കിനെ ഉയർത്തിപ്പിടിക്കുകയാണ് എല്ലാ മീഡിയയും ചെയ്യേണ്ടത്. കാരണം അന്താരാഷ്ട്ര രംഗത്ത് നമുക്കെതിരെ മീഡിയയെ മാത്രമാണ് ഇന്ന് പാകിസ്ഥാൻ കൂട്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഒരു ധാരണ ഭരിക്കുന്നവർക്കുണ്ടോ? ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. പ്രതിപക്ഷ പാർട്ടികളൊക്കെ രാജ്യത്തിനും സൈന്യത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അവർ മുമ്പോട്ട് വെച്ച ഒരു പരിഭവമുണ്ട്. ഞങ്ങളെയൊക്കെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തില്ല എന്ന്. ഏത് കാര്യത്തെ സംബന്ധിച്ചും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ആ ഒരു പരിഭവം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ, ഭരണകൂടത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായും. പക്ഷെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭരണാധികാരിക്ക്, പ്രധാനമന്ത്രിക്ക് ആ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയുക. വരുന്ന മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ കാണുമ്പോൾ അത് ഒരു വലിയ കാര്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ പി എസ് സലിം, അതായത് ഒരു വൈമാനികനെ കാണാതായ അവസ്ഥ, അദ്ദേഹത്തിൻ്റെതായ ചിത്രം എന്ന രീതിയിൽ വല്ലാതെ രീതിയിൽ പാകിസ്ഥാൻ അതിനെ പ്രചരിപ്പിക്കുന്നു. അതൊക്കെ ജനീവ കരാറുകളുടെ ലംഘനമാണ്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്, അതായത് പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലെന്നൊക്കെ നാം നാടൻ ഭാഷയിൽ പറയും. പാകിസ്ഥാൻ എപ്പോഴും എന്ത് വൃത്തികേടും കാണിക്കും. മരിച്ചുപോയ നമ്മുടെ പട്ടാളക്കാരുടെ വൃഷ്ണങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന രീതിയിൽ മൃതദേഹങ്ങൾ അപരിഷ്കൃതമാക്കുന്ന രീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അപരിഷ്കൃതത്വം ഒരു നയമായി സ്വീകരിച്ച ഒരു രാജ്യം, ഒരു രാജ്യത്തിൻ്റെതായ ഒരു ചട്ടാവട്ടവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളിലും കാണുന്നത്. വൈമാനികനെ കാണാതായ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുക, ഈ രീതിയിലുള്ള ക്രൂരതയാണ് പാകിസ്ഥാൻ ഇപ്പോഴും കാട്ടുന്നത്. അവിടെയാണ് നെഹ്റുവും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന സുഖങ്ങളും നാം അനുഭവിക്കുന്ന നേട്ടവും. പക്ഷേ ദോഷങ്ങളൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ തലയിലും കൊണ്ടുവെക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. അല്ല അജിംഷാദ്, അത് ശരിയല്ല. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ ആരെയും ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ പാകിസ്ഥാനെതിരായി ചിന്തിപ്പിക്കാനും നിലപാടെടുക്കാനും പ്രേരിപ്പിച്ച ഘടകങ്ങൾ അത് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. അത് ഈ രാജ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വീകരിച്ച ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ ഉയർത്തിപ്പിടിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഈ സമാധാനത്തിൻ്റെയും ചേരിചേരാ നയത്തിൻ്റെയും ഒക്കെ ഒരു മഹിതമായ ആശയങ്ങൾ ലോക സമൂഹത്തിന് മുമ്പിൽ എന്നും നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇപ്പം 1971 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിനെ മോചിപ്പിക്കുമ്പോഴും ഞാനീ പറഞ്ഞ ലോകത്തിലെ വൻകിട ശക്തികൾ നമുക്കെതിരായിരുന്നു, പാകിസ്ഥാനോടൊപ്പമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ
അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വരുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ രാജ്യത്തെ ധീരമായി നയിച്ച, രാജ്യത്തിന് ഒരു ദിശാബോധം നൽകിയ ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വം, അന്ന് നമുക്ക് ഇത്ര റിസോഴ്സസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇന്ന് നരേന്ദ്രമോദിയോട് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് സംഭരിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ജനതയുടെ ആത്മവീര്യം കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഇവിടെ ഇപ്പൊ നരേന്ദ്രമോദി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുൽവാമയിൽ 44 ഇന്ത്യൻ സൈനികര് മരിച്ചു വീഴുമ്പോൾ ആ മരണം അനിവാര്യമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ വരും. കാരണം ഒരു ക്രെഡിബിൾ ഇന്റലിജന്റ് റിപ്പോർട്ട് നമ്മുടെ മുമ്പുണ്ടായിരുന്നു. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു മാസം മുമ്പ് സ്ഫോടനം നടന്ന സ്ഥലമാണ്. ഇത്രയേറെ അധികം സൈനികരെ ഇന്നലെ മമതാ ബാനർജി പറഞ്ഞു എയർലിഫ്റ്റിങ്ങിനുള്ള സാധ്യത നമ്മൾ പരീക്ഷിച്ചില്ല. ഒരു സ്ഥലത്തും ചെക്ക് പോയിന്റ്സുകളിലായിരുന്നു. ഇതിപ്പം വേണമെങ്കിൽ നമുക്കൊരു യാദൃച്ഛികമാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, അജിത് ഡോവൽ അതേക്കുറിച്ചൊന്നും പറയുന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിലാണ് ഒരുപക്ഷെ ഒരു യുദ്ധം ഇവിടെ അനിവാര്യമാകുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വന്നാൽ ഇപ്പോഴും നമ്മൾ വീണ്ടും ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ഒരു പ്രൈം കൺസേൺ ഈ രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ്, രാജ്യം ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ്. പിന്നെ നേരത്തെ അജിം ഷാ ചോദിച്ച ചോദ്യമുണ്ട്, അതിന് ജയസൂര്യ മറുപടി പറഞ്ഞില്ല. ഇത് ആരെങ്കിലും ഇത് രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി ഇത് മാറ്റാൻ ശ്രമിക്കണം. അത്ര 2014 വീണ്ടും അത് ആവർത്തിക്കും. ആ അർത്ഥത്തിലുള്ള സൂചന ഈ ഘട്ടത്തിൽ അവർക്കും ഭൂഷണമല്ല. എല്ലാവരും ജാഗ്രത പ്രഖ്യാപിക്കുമ്പോൾ ഒരു കൂട്ടർ മാത്രം അതിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരു ജനാധിപത്യ ഇടമുള്ളത് കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഉയർന്നു നിൽക്കുന്നത്. അവിടെ അജിംഷാവേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ലോക ചരിത്രം പലരും മറന്നു പോകുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഗ്രേറ്റ് ബ്രിട്ടനെ ധീരമായി നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു വിൻസൻ ചർച്ചിൽ. അന്ന് ഹിറ്റ്ലറുടെ വിമാനങ്ങൾ ലണ്ടൻ നഗരത്തിന് മുകളിലൂടെ പറന്നു വരുമ്പോഴും ഈ വിൻസൻ ചർച്ചിലിന്റെ വാക്ചാതുര്യം കൊണ്ട് ഈ മുഴുവൻ ബ്രിട്ടീഷ് ജനതയെയും അവരുടെ കോൺഫിഡൻസ് നിലനിർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അത് യുദ്ധത്തിലായിരുന്നു. പക്ഷെ സമാധാനത്തിൽ ബ്രിട്ടൻ ഓപ്റ്റ് ചെയ്തത് വിൻസൻ ചർച്ചിലിനായിരുന്നില്ല. അപ്പം ഒരു യുദ്ധം അതല്ലെങ്കിൽ ഇത്തരം ഇന്ത്യയുമായി പാകിസ്ഥാനുമായി ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും, ഒരു 1 ഡേ മാച്ച്, ഒരു 20 മാച്ച് പോലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുണ്ടായാൽ അത് ഇന്ത്യക്കാരന്റെ സിരകളിൽ ഒരു അതായത് ശ്രീ ലാൽകുമാർ PSLം പറഞ്ഞു വെക്കുന്ന ഇതാണ്. അതായത് ഇത് രാജ്യത്തിന്റെ പൊതു നേട്ടമാണ്, ഇത് സൈനികന്റെ നേട്ടമാണ്. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മോഡി ശ്രമിച്ചാൽ അത് നടക്കില്ല. എനിക്ക് ഇത് ഇന്നലത്തെ അറ്റാക്ക് മോഡിജിയുടെ നേട്ടമാണെന്ന് പറയുന്നതിന് പോലും എനിക്ക് മടിയില്ല. കാര്യം ഇനി നമ്മൾ അറ്റാക്ക് ചെയ്തത് അദ്ദേഹത്തിന്റെ ഡിസിഷൻ ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മോഡിജിക്കെതിരെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇവർക്ക് സർക്കാരിനുണ്ടായേക്കുന്ന ലാപ്സുകളെ കുറിച്ച് ഒന്നും വിമർശിക്കാതെ രാജ്യം എന്ന ഒരു വികാരത്തിനോട് ഒത്തുചേർന്ന് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്തിനാണ്? കാര്യം ഇതിനെ യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ ആയുധമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റേജിൽ വന്നിരുന്ന് ഞാൻ മോഡിജിയെ പല വിഷയങ്ങൾക്കും പല രീതിയിൽ അത് തന്നെയാണ് നാം പറയുന്നത്. നാം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, ഇത് സൈനിക വിജയമായി കരുതണം. ഇവിടെ രാഷ്ട്രീയ നേട്ടമായോ രാഷ്ട്രീയ സംഘർഷമായോ നാം ആരും ഉപയോഗിക്കാൻ പാടില്ല. ഒപ്പം ഭരണകൂടവും അതിനെ ഉപയോഗിക്കരുത് എന്നതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ രാജ്യത്തിനൊപ്പമാണ് ഞാൻ കംപ്ലീറ്റ്. അപ്പം നമ്മൾ ഓരോരുത്തരും എടുത്ത കരുതൽ മോഡിജിയും എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പ്രസ്താവനയിൽ ജനങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിപ്പോ ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നു കരുതരുത്, രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയല്ല ഞാനത് പറയുന്നത്. അദ്ദേഹം നമ്മളുടെ നെയ്ബറിംഗ് കൺട്രിയിൽ നിന്ന് വരുന്ന ഒരു ത്രെറ്റിനെ ഡീൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്
ഈ ഒരു എന്നെ എനിക്ക് അതെ നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? രാജ്യം ഒന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് വരുന്ന ശത്രുവിനെ നമ്മൾ ഒരുമിച്ച് നേരിടണം എന്നുള്ള ആശയം ഉള്ളതുകൊണ്ടാണ്. ആ ശത്രുവിനെ നേരിടുന്ന ആശയത്തിന് ഇടയ്ക്ക് തന്നെ അദ്ദേഹം എന്നെ 2014 തന്ന ഭൂരിപക്ഷം തരുന്നു എന്ന് പറഞ്ഞത് മോശമായി പോയി. അതിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനില്ല. ഒന്നത് അത് അങ്ങനെ ചെയ്യാൻ ലാൽകുമാർ പെട്ടെന്ന് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞതല്ലേ, മോഡിജി ഇത് ചെയ്യാൻ പോയത് തെറ്റായി പോയി എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. പിന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, പോളിസി മേക്കിങ്ങിനകത്ത് പാകിസ്ഥാനുമായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ താല്പര്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അവർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് ഈ ഇന്റർനാഷണൽ അഫയേഴ്സിൽ പറയുന്ന പോലെ റിയലിസം എന്നൊക്കെ പറയും, ക്ലാസിക്കൽ റിയലിസം എന്നതിന് പറയുന്നത്, അങ്ങനെയുള്ള അഗ്രഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ള നിർബന്ധിതമായി നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. ഒന്നത് ലിബറലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എപ്പോഴും വർക്കാവുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ വിഷയം സലീം സാർ പറഞ്ഞതിന് എനിക്കൊന്ന് സൂചിപ്പിക്കാനുണ്ട്. ബേസിക്കലി ഇന്ദിരാഗാന്ധിയുടെ ഫോറിൻ പോളിസിയിൽ എസ്പെഷ്യലി ഇൻ റിലേഷൻ ടു പാകിസ്ഥാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും രണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ട രണ്ട് ശത്രു രാജ്യത്തിന് ഈ രണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററെ രണ്ട് സൈഡിൽ നിന്ന് നേരിടേണ്ട വന്നേനെ എന്നുള്ളത് ഒന്ന്. പിന്നെ ഒരു കാര്യം കൂടെ, ജയസൂര്യൻ സാറിന്റെ എതിർത്ത് തന്നെ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതിനകത്ത് ഇപ്പം രാജ്യവികാരം വന്ന അതൊക്കെ വേറെ വിഷയം. ഈ കാശ്മീർ എന്റെ നാടുകൂടെ ചേർന്നതാണ്. അവിടുത്തെ കാശ്മീർ എന്ന് ഞാൻ പാകിസ്ഥാനെ കുറിച്ചല്ല പറയുന്നത്, ജനങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. കാശ്മീർ എന്ന് പറയുന്ന വിഷയം അവിടുത്തെ സൈന്യത്തിന്റെ നടപടികൾ വളരെ മോശമാണ്. അവിടെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച് അവിടുത്തെ ഇന്ത്യൻ സിറ്റിസൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിനകത്ത് നിർത്തേണ്ടത്. അവിടുത്തെ കാശ്മീർ പോളിസി വാജ്പേയി ചെയ്തതാണ് ഏറ്റവും കറക്റ്റ് പോളിസി. ഞാൻ ഇവരെ ഓർപ്പിക്കാൻ, മോഡിജി ഫോളോ ചെയ്യേണ്ട പോളിസി വാജ്പേയി ചെയ്ത പോളിസിയാണ്. ഇൻസാനിയത്ത് എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. ഇൻസാനിയത്ത്, ഹ്യൂമനിസം കൊണ്ടുവരിക, ഹ്യൂമനിസത്തിന്റെ എലമെന്റ്. ഗണ്ണും തോക്കും കൊണ്ടുപോയി നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പോളിസി ഷിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആൾക്കാർ പലപ്പോഴും ഈ ആയുധം എടുക്കാൻ നിർബന്ധിതമാകുന്നത്. പാകിസ്ഥാൻ പതാക കത്തിച്ചൊക്കെ ഇന്ത്യൻ പതാക കത്തിച്ചൊക്കെ അതൊക്കെ അവരുടെ വൃത്തികേട്, അതൊന്നും ഞാൻ അതിനെ ന്യായീകരിച്ചല്ല പറഞ്ഞു. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാരെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അത് നമ്മുടെ ഇന്റേണൽ പ്രശ്നമാണ്. ഈ ഇന്റേണൽ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി നമ്മൾ എത്ര നാൾ കാശ്മീരികളെ വിശ്വാസത്തിലെടുക്കണം. ഈ വിധത്തിൽ അവർ സൈന്യത്തോട് ആക്രമണങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമില്ലേ? അല്ല, കാര്യം എന്നറിയോ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. കാര്യം ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന ഒരു വലിയ ഇതുണ്ട്. അവർ ഇന്ത്യയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതും ഹരിസിംഗിന്റെ കാലം തൊട്ട് അവർക്ക് ആ ഓട്ടോണോമി കൊടുത്തിട്ടിരിക്കുന്ന സാധനമാണ്. അവിടുത്തെ ആദ്യകാലങ്ങൾ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഗവർണർ. അങ്ങനെ മാറ്റം വന്നിട്ടുള്ള നമ്മളോട് ബിജെപിയുടെ തീവ്ര നിലപാടുകൾ ആ ഇൻസാനിയത്ത് എന്ന പോളിസി ആദ്യം മുന്നോട്ട് വെച്ച വാജ്പേയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് മോഡിജിയോട് എനിക്ക്. CP നാരായണൻ, അതായത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ വല്ലാത്ത ടെൻഷനുണ്ട്. വ്യോമത്താവളങ്ങൾ പോലും യുദ്ധവിമാനങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ഒരുക്കിക്കഴിഞ്ഞു. ഏത് നിമിഷവും യുദ്ധം ഉണ്ടായേക്കാം എന്ന ഭയപ്പാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ വളരെ വളരെ മുൾമുനയിൽ നിൽക്കുന്ന, ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നയതന്ത്രവും സൈനികവുമായി ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ മുമ്പോട്ട് വെക്കേണ്ടത്? ഏത് രീതിയിലാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുന്നത്? CP, ഇത് രണ്ടും വേണം. കാരണം നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി പറഞ്ഞതുപോലെ ഞങ്ങളെയും നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ വരുമ്പോഴേ ഇന്ത്യ ആകെ ഒന്നിച്ച് ഈ പാകിസ്ഥാനെതിരായി അവിടുന്ന് വരുന്ന ആക്രമണത്തിനെതിരായിട്ട് ചെറുത്തു നിൽക്കാൻ പറ്റുള്ളൂ. ചില കാര്യം ചെയ്യുമ്പോൾ അത് ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ BJPയുടെ പ്രധാനമന്ത്രിയുടെ നേട്ടമാണെന്നും അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് എന്നൊരു പ്രതീതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള അവസരത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ഹ്രസ്വദൃഷ്ടിയോടെ അവർ താൽക്കാലികമായ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ മറ്റേ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യയോട് ആക്രമണം പ്രഖ്യാപിച്ചു വന്നൊരു സംഭവ വികാസമല്ല. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലിൻ്റെ കൂടെ ഇന്ത്യയിലെ എല്ലാവരെയും കൂടെ നിർത്താൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും. പട്ടാളത്തെ മാത്രം ശ്രമിച്ചാൽ പോരാ, അവർ തീർച്ചയായിട്ടും വേണം. പട്ടാളത്തെ കൂടെ നിർത്തണം, അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കേണ്ടി വരും.
പക്ഷെ അതോടൊപ്പം രാഷ്ട്രീയമായിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെങ്കിൽ ആ കാര്യത്തിലുള്ള സുതാര്യത രാഷ്ട്രീയ ശരിയാണ് ശ്രീ നേതൃത്വങ്ങൾ ജയസൂര്യൻ തമ്മിലുണ്ടാവണം. അങ്ങനെ മുമ്പോട്ട് വെച്ച കാശ്മീർ ജനതയെ വിശ്വാസത്തിലെടുക്കണം, ഇന്ത്യയുടെ എല്ലാ കോണുകളും ഈ രാജ്യത്തിന് ഒപ്പമാണ് എന്ന് പറയുമ്പോൾ അതിനനുസൃതമായി ഭരണകൂടവും തിരിച്ചിവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് ഒരു സമഗ്രമായ നീക്കം, സൈന്യത്തെയും രാജ്യത്തിലെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ നീക്കം, അതിന് നേതൃത്വം നൽകുമോ ഇപ്പോൾ ഭരിക്കുന്നവർ? അല്ല, ഒരു സംശയവും വേണ്ട. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ വ്യക്തവും സുതാര്യവുമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇപ്പോൾ ലാൽകുമാറും സി പി നാരായണനും ഒക്കെ സംസാരിക്കുമ്പോൾ ഈ പുഴയങ്ങ് വറ്റുകയും തൊടലങ്ങ് പൊട്ടുകയും ചെയ്താൽ അക്കരെ നിൽക്കുന്ന പട്ടി വന്ന് കടിക്കില്ലേ എന്നുള്ള അമിതമായ ആശങ്ക, അതിൻ്റെ ആവശ്യമില്ല. അതായത് ഈ ഒരു സംഭവ വികാസങ്ങളിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാര്യമായി സഹായിച്ചു പോയാലോ എന്നുള്ള ആശങ്കയുടെ ഒരാവശ്യവുമില്ല. കാരണം ഇത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളൊരു ഒരു ചിത്രം, അങ്ങനെയുള്ള ഒരു ലക്ഷ്യം വിഷയത്തെ കൊണ്ടുപോകേണ്ട അങ്ങനെ കാണുന്നത് ശരിയല്ല. ആ രീതിയിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല അല്ലെങ്കിൽ NDA ഈ രംഗത്ത് നിൽക്കുന്നത്. ഈ വിഷയത്തിൽ അങ്ങനെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു വരുമ്പോഴത്തേക്കും ലാലിന്റെ ഉള്ളിലെ ഒരു പാകിസ്ഥാൻ അനുകൂല മനോഭാവമായി ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞല്ലേ, ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞ സാധനമാണ്. എന്റെ സ്റ്റേറ്റഡ് ഒപ്പീനിയൻ വളരെ ക്ലിയർ ആണ്, അത് കേട്ടവർക്ക് മനസ്സിലാകാൻ സാധിക്കും. യെദ്യൂരപ്പ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾക്ക് 22 സീറ്റ് 28 കിട്ടുമെന്നാ. കാര്യം ഈ പാകിസ്ഥാനെ അടിച്ചതുകൊണ്ട്. ഇത് ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ നേതാവാ പറഞ്ഞത്. അത് ഈ പൊളിറ്റിസൈസ് ചെയ്യരുത് എന്നാണ് ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാം. യെദ്യൂരപ്പ പറഞ്ഞതാണെങ്കിലും മോദി പറഞ്ഞതാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാകിസ്ഥാനെ നേരിട്ട കാര്യത്തിൽ ഭരണകൂടത്തിലെടുത്ത നിലപാട് ശരിയാണ് എന്ന് ജനങ്ങൾ അത് രാഷ്ട്രീയമല്ല, അത് ദേശീയമായിട്ടുള്ള കാര്യമാണ്. അത് ദേശീയമായ ഒരു വിഷയമാണ്. താങ്കൾ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ആ ആംഗിളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു വാചകം പറഞ്ഞോട്ടെ. പറയൂ വേഗം. അല്ല, ഞാൻ ഡൽഹിയിലിരുന്നാണ് പറയുന്നത്, ഇന്നലെ വന്നതാണ്. ഇവിടെ വന്ന് ഞാൻ ഈ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം, ഏതാനും ദിവസത്തിനകം ഈ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം മാറി എന്നാണ് മാധ്യമങ്ങളിലെ പ്രതിനിധികൾ പറയുന്നത്, BJPയുടെ നേതാക്കന്മാരും പറയുന്നത്. അപ്പൊ അവരിത് കാണുന്നുണ്ട് എന്നുള്ള സംഗതി നമ്മൾ കേരളത്തിൽ വേണ്ടത്ര മനസ്സിലാവില്ല. വടക്ക് ഇത് ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും ശ്രീ PS സലിമിലേക്കും ലാൽകുമാറിലേക്കും ഒന്നും വരാൻ ആകാത്തതിൽ ക്ഷമിക്കുക. CP നാരായണൻ പറഞ്ഞതാണ് ശരി. രാഷ്ട്രീയ താല്പര്യത്തിന്, സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിനല്ല ഈ കാര്യത്തിന് ഉപയോഗിക്കേണ്ടത്, ദേശ താല്പര്യത്തിനാകണം, പൊതു താല്പര്യത്തിനാകണം. അത് ആദ്യം ഓർക്കേണ്ടത് ഭരിക്കുന്നവർ തന്നെയാണ്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.